സംഖ്യാപുസ്തകം അധ്യായം 13. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്: ഇസ്രായേൽ മക്കൾക്ക് ഞാൻ കൊടുപ്പാനിരിക്കുന്ന കനാൻ ദേശം ഒറ്റുനോക്കേണ്ടതിന് ആളുകളെ അയക്ക. അതത് ഗോത്രത്തിൽ നിന്ന് ഓരോ ആളെ അയക്കണം. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരിക്കണം. അങ്ങനെ മോശ യഹോവയുടെ കൽപ്പന പ്രകാരം പരാൻ മരുഭൂമിയിൽ നിന്ന് അവരെ അയച്ചു. ആ പുരുഷന്മാർ ഒക്കെയും ഇസ്രായേൽ മക്കളിൽ തലവന്മാർ ആയിരുന്നു. അവരുടെ പേർ ആവിത്: രൂബേൻ ഗോത്രത്തിൽ സക്കൂറിൻ്റെ മകൻ ശമൂവ, ശിമെയോൻ ഗോത്രത്തിൽ ഹോരിയുടെ മകൻ ശാഫാത്ത്, യഹൂദ ഗോത്രത്തിൽ യെഫുന്നയുടെ മകൻ കാലേബ്, ഇസാഖാർ ഗോത്രത്തിൽ യോസെഫിൻ്റെ മകൻ ഈഗാൽ, എഫ്രയീം ഗോത്രത്തിൽ നൂൻ്റെ മകൻ ഹോശേയ, ബെന്യാമീൻ ഗോത്രത്തിൽ രാഫൂവിൻ്റെ മകൻ പൽതി, സെബുലൂൻ ഗോത്രത്തിൽ സോദിയുടെ മകൻ ഗദ്ദിയേൽ, യോസെഫിൻ്റെ ഗോത്രമായ മനശ്ശെ ഗോത്രത്തിൽ സൂസിയുടെ മകൻ ഗദ്ദി, ദാൻ ഗോത്രത്തിൽ ഗമല്ലിയുടെ മകൻ അമ്മിയേൽ, ആശേർ ഗോത്രത്തിൽ മിഖായേലിൻ്റെ മകൻ സെഥൂർ, നഫ്താലി ഗോത്രത്തിൽ ഓപ്സിയുടെ മകൻ നഹ്ബി, ഗാദ് ഗോത്രത്തിൽ മാഖിയുടെ മകൻ ഗെയൂവേൽ. ദേശം ഒറ്റുനോക്കുവാൻ മോശ അയച്ച പുരുഷന്മാരുടെ പേര് ഇവ തന്നെ. എന്നാൽ മോശ നൂൻ്റെ മകനായ ഹോശേയയ്ക്ക് യോശുവ എന്ന് പേരിട്ടു. മോശ കനാൻ ദേശം ഒറ്റുനോക്കുവാൻ അവരെ അയച്ചു. അവരോട്: നിങ്ങൾ ഈ വഴി തെക്കേ ദേശത്ത് ചെന്ന് മലയിൽ കയറി, ദേശം ഏതുവിധമുള്ളത്, അതിൽ കുടിയിരിക്കുന്ന ജനം ബലവാന്മാരോ ബലഹീനരോ, ചുരുക്കമോ അധികമോ, അവർ പാർക്കുന്ന ദേശം നല്ലതോ ആകാത്തതോ, അവർ വസിക്കുന്ന പട്ടണങ്ങൾ പാളയങ്ങളോ കോട്ടകളോ, ദേശം പുഷ്ടിയുള്ളതോ പുഷ്ടിയില്ലാത്തതോ, അതിൽ വൃക്ഷം ഉണ്ടോ ഇല്ലയോ എന്നിങ്ങനെ നോക്കിയറിവിൻ. നിങ്ങൾ ധൈര്യപ്പെട്ട് ദേശത്തിലെ ഫലങ്ങളും കൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞു. അത് മുന്തിരിങ്ങ പഴുത്തു തുടങ്ങുന്ന കാലമായിരുന്നു. അങ്ങനെ അവർ കയറിപ്പോയി സീൻ മരുഭൂമി മുതൽ ഹാമാത്തിന് പോകുന്ന വഴിയായി രഹോബ് വരെ ദേശത്തെ ശോധന ചെയ്തു. അവർ തെക്കേ ദേശത്തു കൂടി ചെന്ന് ഹെബ്രോനിലെത്തി. അവിടെ അനാക്കിൻ്റെ പുത്രന്മാരായ അഹീമാനും ശേഷായിയും തൽമായിയും ഉണ്ടായിരുന്നു. ഹെബ്രോൻ മിസ്രൈമിലെ സോവാരിന് 7 സംവത്സരം മുമ്പേ പണിതതായിരുന്നു. അവർ എസ്കോൽ താഴ്വരയോളം ചെന്ന് അവിടെ നിന്ന് ഒരു മുന്തിരിവള്ളി കുലയോടെ പറിച്ചെടുത്തു. ഒരു തണ്ടിന്മേൽ കെട്ടി 2 പേർ കൂടി ചുമന്നു. അവർ മാതളപ്പഴവും അത്തിപ്പഴവും കൂടെ കൊണ്ടുപോന്നു. ഇസ്രായേൽ മക്കൾ അവിടെ നിന്ന് മുറിച്ചെടുത്ത മുന്തിരിക്കുല നിമിത്തം ആ സ്ഥലത്തിന് എസ്കോൽ താഴ്വര എന്നു പേരായി. അവർ 40 ദിവസം കൊണ്ട് ദേശം ഒറ്റുനോക്കിക്കഴിഞ്ഞ് മടങ്ങി വന്നു. അവർ യാത്ര ചെയ്തു പാറാൻ മരുഭൂമിയിലെ കാദേശിൽ മോശയുടെയും അഹരോൻ്റെയും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയുടെയും അടുക്കൽ വന്ന് അവരോടും സർവ്വസഭയോടും വർത്തമാനം അറിയിച്ചു. ദേശത്തിലെ ഫലങ്ങളും അവരെ കാണിച്ചു. അവർ അവനോട് വിവരിച്ച് പറഞ്ഞതെന്തെന്നാൽ: നീ ഞങ്ങളെ അയച്ച ദേശത്തേക്ക് ഞങ്ങൾ പോയി. അത് പാലും തേനും ഒഴുകുന്ന ദേശം തന്നെ. അതിലെ ഫലങ്ങൾ ഇതാ. എങ്കിലും ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവും ഉള്ളവയും ആകുന്നു. ഞങ്ങൾ അനാക്കിൻ്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്യർ തെക്കേ ദേശത്ത് പാർക്കുന്നു. ഹിത്യരും യബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു. കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. എന്നാൽ കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി: നാം ചെന്ന് അത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയും എന്ന് പറഞ്ഞു. എങ്കിലും അവനോട് കൂടെ പോയിരുന്ന പുരുഷന്മാർ: ആ ജനത്തിൻ്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല, അവർ നമ്മിലും ബലവാന്മാർ ആകുന്നു എന്ന് പറഞ്ഞു. തങ്ങൾ ഉറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ: ഞങ്ങൾ സഞ്ചരിച്ച് ഉറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാകുന്നു. ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാക്യ മല്ലന്മാരെയും കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു. അധ്യായം 14. അപ്പോൾ സഭയൊക്കെയും ഉറക്കെ നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവനും കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭ ഒക്കെയും അവരോട്:
മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നു എങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളയായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. നാം ഒരു തലവനെ നിശ്ചയിച്ച് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോക എന്നും അവർ തമ്മിൽ പറഞ്ഞു. അപ്പോൾ മോശയും അഹരോനും ഇസ്രായേൽ സഭയുടെ സർവ്വസംഘത്തിൻ്റെയും മുമ്പാകെ കവണു വീണു. ദേശത്തെ ഒറ്റുനോക്കിയവരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നെയുടെ മകൻ കാലേബും വസ്ത്രം കീറി ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറഞ്ഞതെന്തെന്നാൽ, ഞങ്ങൾ സഞ്ചരിച്ച് ഒറ്റുനോക്കിയ ദേശം എത്രയും നല്ല ദേശമാകുന്നു. യഹോവ നമ്മിൽ പ്രസാദിക്കുന്നു എങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. യഹോവയോട് നിങ്ങൾ മത്സരിക്കുക മാത്രമരുത്. ആ ദേശത്തിലെ ജനത്തെ ഭയപ്പെടരുത്. അവർ നമുക്ക് ഇരയാകുന്നു. അവരുടെ ശരണം പൊയ്പോയിരിക്കുന്നു. നമ്മോടുകൂടെ യഹോവ ഉള്ളതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. എന്നാറെ അവരെ കല്ലെറിയണം എന്ന് സഭയെല്ലാം പറഞ്ഞു. അപ്പോൾ യഹോവയുടെ തേജസ് സമാഗമന കൂടാരത്തിൽ എല്ലാ ഇസ്രായേൽ മക്കളും കാൺകെ പ്രത്യക്ഷമായി. യഹോവ മോശയോട്, ഈ ജനം എത്രത്തോളം എന്നെ നിരസിക്കും? ഞാൻ അവരുടെ മധ്യേ ചെയ്തിട്ടുള്ള അടയാളങ്ങളൊക്കെയും കണ്ടിട്ടും അവർ എത്രത്തോളം എന്നെ വിശ്വസിക്കാതിരിക്കും? ഞാൻ അവരെ മഹാമാരിയാൽ ദണ്ഡിപ്പിച്ച് സംഹരിച്ചു കളയുകയും നിന്നെ അവരെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയാക്കുകയും ചെയ്യും എന്ന് അരുളിച്ചെയ്തു. മോശെ യഹോവയോട് പറഞ്ഞത്, എന്നാൽ മിസ്രയീമ്യർ അത് കേൾക്കും. നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുപോകുന്നുവല്ലോ. അവർ അത് ഈ ദേശനിവാസികളോടും പറയും. യഹോവയായ നീ ഈ ജനത്തിൻ്റെ മധ്യേ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ ഇവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്യുന്നുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെയൊക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായ്ക കൊണ്ട് അവൻ അവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. യഹോവ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, കുറ്റക്കാരനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറയോളം മക്കളുടെ മേൽ സന്ദർശിക്കുന്നവൻ എന്നിങ്ങനെ നീ അരുളി ചെയ്തതുപോലെ കർത്താവേ, ഇപ്പോൾ നിന്റെ ശക്തി വലുതായിരിക്കണമേ. നിന്റെ മഹാദയയ്ക്ക് തക്കവണ്ണം മിസ്രയീം മുതൽ ഇവിടം വരെ ഈ ജനത്തോട് നീ ക്ഷമിച്ചു വന്നതുപോലെ ഈ ജനത്തിൻ്റെ അകൃത്യം ക്ഷമിക്കണമേ. അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എന്നാണ്? ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എൻ്റെ തേജസ്സും മിസ്രയീമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങളും കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എൻ്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അത് കാണുകയില്ല. എൻ്റെ ദാസനായ കാലേബോ, അവന് വേറൊരു സ്വഭാവമുള്ളതുകൊണ്ടും എന്നെ പൂർണ്ണമായി അനുസരിച്ചതുകൊണ്ടും അവൻ പോയിരുന്ന ദേശത്തേക്ക് ഞാൻ അവനെ എത്തിക്കും. അവൻ്റെ സന്തതി അത് കൈവശമാക്കും. എന്നാൽ അമാലേക്യരും കനാന്യരും താഴ്വരയിൽ പാർക്കുന്നത് കൊണ്ട് നിങ്ങൾ നാളെ ചെങ്കടലിലേക്കുള്ള വഴിയായി മരുഭൂമിയിലേക്ക് മടങ്ങിപ്പോകുവിൻ. യഹോവ പിന്നെയും മോശയോടും അഹരോനോടും അരുളി ചെയ്തത്, ഈ ദുഷ്ടസഭ എത്രത്തോളം എനിക്ക് വിരോധമായി പെറുപിറുക്കും. ഇസ്രായേൽ മക്കൾ എനിക്ക് വിരോധമായി പെറുപിറുക്കുന്നത് ഞാൻ കേട്ടിരിക്കുന്നു. അവരോട് പറവിൻ, ഞാൻ കേൾക്കെ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ് ഞാൻ നിങ്ങളോട് ചെയ്യുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ടെണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായ നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടക്കയില്ല. എന്നാൽ കൊള്ളയായി പോകുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെ ഞാനതിൽ കടക്കുമാറാക്കും. നിങ്ങൾ നിരസിച്ചിരിക്കുന്ന ദേശം അവർ അറിയും. നിങ്ങളോ, നിങ്ങളുടെ ശവം ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളുടെ ശവം മരുഭൂമിയിൽ ഒടുങ്ങും വരെ നിങ്ങളുടെ മക്കൾ മരുഭൂമിയിൽ 40 സംവത്സരം ഇടയരായി സഞ്ചരിച്ച് നിങ്ങളുടെ പാതിവൃത്യ ഭംഗം വഹിക്കും.
ദേശം ഒറ്റുനോക്കിയ 40 ദിവസത്തിൻ്റെ എണ്ണത്തിനൊത്തവണ്ണം ഒരു ദിവസത്തിന് 1 സംവത്സരം വീതം 40 സംവത്സരം നിങ്ങൾ നിങ്ങളുടെ അകൃത്യങ്ങൾ വഹിച്ച് എൻ്റെ അകൽച്ച അറിയും. എനിക്ക് വിരോധമായി കൂട്ടം കൂടിയ ഈ ദുഷ്ടസഭയോട് ഞാൻ ഇങ്ങനെ ചെയ്യും. ഈ മരുഭൂമിയിൽ അവർ ഒടുങ്ങും, ഇവിടെ അവർ മരിക്കും എന്ന് യഹോവയായി ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. ദേശം ഒറ്റുനോക്കുവാൻ മോശെ അയച്ചവരും മടങ്ങിവന്ന് ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞ് സഭ മുഴുവനും അവന് വിരോധമായി പിറുപിറുപ്പാൻ സംഗതി വരുത്തിയവരും ദേശത്തെക്കുറിച്ച് ദുർവർത്തമാനം പറഞ്ഞവരുമായ പുരുഷന്മാർ യഹോവയുടെ മുമ്പാകെ ഒരു ബാധ കൊണ്ട് മരിച്ചു. എന്നാൽ ദേശം ഒറ്റുനോക്കുവാൻ പോയ പുരുഷന്മാരിൽ നൂൻ്റെ മകൻ യോശുവയും യെഫുന്നയുടെ പുത്രൻ കാലേബും മരിച്ചില്ല. പിന്നെ മോശ ഈ വാക്കുകൾ ഇസ്രായേൽ മക്കളോടൊക്കെയും പറഞ്ഞു. ജനം ഏറ്റവും ദുഃഖിച്ചു. പിറ്റേന്ന് അവർ അതികാലത്ത് എഴുന്നേറ്റു, ഇതാ യഹോവ ഞങ്ങൾക്ക് ചൊല്ലിയിരിക്കുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ കയറിപ്പോകുന്നു, ഞങ്ങൾ പാപം ചെയ്തു പോയി എന്ന് പറഞ്ഞ് മലമുകളിൽ കയറി. അപ്പോൾ മോശ, നിങ്ങൾ എന്തിന് യഹോവയുടെ കൽപ്പന ലംഘിക്കുന്നു? അത് സാധ്യമാകയില്ല. ശത്രുക്കളാൽ തോൽക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ കയറരുത്. യഹോവ നിങ്ങളുടെ മധ്യേ ഇല്ല. അമാലേക്യരും കനാന്യരും അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ വാളാൽ വീഴും. നിങ്ങൾ യഹോവയെ വിട്ട് പിന്തിരിഞ്ഞിരിക്കൊണ്ട് യഹോവ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവർ ധാർഷ്ട്യം പൂണ്ട് മലമുകളിൽ കയറി. യഹോവയുടെ നിയമപ്പെട്ടകവും മോശയും പാളയത്തിൽ നിന്ന് പുറപ്പെട്ടില്ലതാനും. എന്നാറെ മലയിൽ പാർത്തിരുന്ന അമാലേക്യരും കനാന്യരും ഇറങ്ങി വന്ന് അവരെ തോൽപ്പിച്ചു. ഹോർമ വരെ അവരെ ചിഹ്നിച്ച് ഓടിച്ചു കളഞ്ഞു. അധ്യായം 15. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ നിവാസദേശത്ത് നിങ്ങൾ ചെന്നിട്ട് ഒരു നേർച്ച നിവർത്തിപ്പാനോ സ്വമേധ ദാനമായിട്ടോ നിങ്ങളുടെ ഉത്സവങ്ങളിലോ യഹോവയ്ക്ക് മാടിനെയാകട്ടെ ആടിനെയാകട്ടെ ഹോമയാഗമായിട്ടെങ്കിലും ഹനനയാഗമായിട്ടെങ്കിലും യഹോവയ്ക്ക് സൗരഭ്യവാസനയാകുമാറ് ഒരു ദഹനയാഗം അർപ്പിക്കുമ്പോൾ യഹോവയ്ക്ക് വഴിപാട് കഴിക്കുന്നവൻ കാൽഹീൻ എണ്ണ ചേർത്ത ഒരിടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരേണം. ഹോമയാഗത്തിനും ഹനനയാഗത്തിനും പാനീയയാഗമായി നീ ആടൊന്നിന് കാൽഹീൻ വീഞ്ഞ് കൊണ്ടുവരേണം. ആട്ടുകൊറ്റനായാൽ ഹീനിൽ 1/3 എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവ് ഭോജനയാഗമായി കൊണ്ടുവരേണം. അതിൻ്റെ പാനീയയാഗത്തിന് ഹീനിൽ 1/3 വീഞ്ഞും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. നേർച്ച നിവർത്തിപ്പാനോ യഹോവയ്ക്ക് സമാധാനയാഗം കഴിപ്പാനോ ഹോമയാഗത്തിനാകട്ടെ ഹനനയാഗത്തിനാകട്ടെ ഒരു കാളക്കിടാവിനെ കൊണ്ടുവരുമ്പോൾ കിടാവിനോട് കൂടെ അരഹീൻ എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവ് ഭോജനയാഗമായിട്ട് അർപ്പിക്കണം. അതിൻ്റെ പാനീയയാഗമായി അരഹീൻ വീഞ്ഞ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. കാളക്കിടാവ്, ആട്ടുകൊറ്റൻ, കുഞ്ഞാട്, കോലാട്ടിൻകുട്ടി എന്നിവയിൽ ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. നിങ്ങൾ അർപ്പിക്കുന്ന യാഗമൃഗങ്ങളുടെ എണ്ണത്തിന് ഒത്തവണ്ണം ഓരോന്നിനും ഇങ്ങനെ തന്നെ വേണം. സ്വദേശിയായവനൊക്കെയും യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം അർപ്പിക്കുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ തന്നെ അനുഷ്ഠിക്കണം. നിങ്ങളോട് കൂടെ പാർക്കുന്ന പരദേശിയോ നിങ്ങളുടെ ഇടയിൽ സ്ഥിരവാസം ചെയ്യുന്ന ഒരുത്തനോ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം കഴിക്കുന്നുവെങ്കിൽ നിങ്ങൾ അനുഷ്ഠിക്കും വണ്ണം തന്നെ അവനും അനുഷ്ഠിക്കണം. നിങ്ങൾക്കാകട്ടെ വന്നു പാർക്കുന്ന പരദേശിക്കാകട്ടെ സർവ്വസഭയ്ക്കും തലമുറ തലമുറയായി എന്നേക്കും ഒരു ചട്ടം തന്നെ ആയിരിക്കണം. യഹോവയുടെ സന്നിധിയിൽ പരദേശി നിങ്ങളെപ്പോലെ തന്നെ ഇരിക്കണം. നിങ്ങൾക്കും വന്നു പാർക്കുന്ന പരദേശിക്കും പ്രമാണവും നിയമവും ഒന്നു തന്നെ ആയിരിക്കണം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന ദേശത്ത് നിങ്ങൾ എത്തിയ ശേഷം ദേശത്തിലെ ആഹാരം ഭക്ഷിക്കുമ്പോൾ നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. ആദ്യത്തെ തരിമാവ് കൊണ്ടുള്ള ഒരു വട ഉദർച്ചാർപ്പണമായി കഴിക്കണം. മെതിക്കളത്തിൻ്റെ ഉദർച്ചാർപ്പണം പോലെ തന്നെ അത് ഉദർച്ച ചെയ്യണം. ഇങ്ങനെ നിങ്ങൾ തലമുറ തലമുറയായി ആദ്യത്തെ തരിമാവ് കൊണ്ട് യഹോവയ്ക്ക് ഉദർച്ചാർപ്പണം കഴിക്കണം. യഹോവ മോശയോട് കൽപ്പിച്ച ഈ സകല കൽപ്പനകളിലും യാതൊന്നെങ്കിലും യഹോവ മോശയോട് കൽപ്പിച്ച നാൾ മുതൽ
തലമുറ തലമുറയായി യഹോവ മോശ മുഖാന്തരം നിങ്ങളോട് കൽപ്പിച്ച സകലത്തിലും യാതൊന്നെങ്കിലും നിങ്ങൾ പ്രമാണിക്കാതെ തെറ്റ് ചെയ്താൽ, അറിയാതെ കണ്ട് അബദ്ധവശാൽ സഭ വല്ലതും ചെയ്തു പോയാൽ, സഭയെല്ലാം കൂടെ ഹോമയാഗത്തിനായി ഒരു കാളക്കിടാവിനെയും പാപയാഗത്തിനായി ഒരു കോലാട്ടുകൊറ്റനെയും ചട്ടപ്രകാരം അതിനുള്ള ഭോജനയാഗത്തോടും പാനീയയാഗത്തോടും കൂടെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായി അർപ്പിക്കണം. ഇങ്ങനെ പുരോഹിതൻ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയ്ക്കും വേണ്ടി പ്രായശ്ചിത്തം കഴിക്കണം. എന്നാൽ അതവരോട് ക്ഷമിക്കപ്പെടും. അത് അബദ്ധവശാൽ സംഭവിക്കുകയും അവർ തങ്ങളുടെ അബദ്ധത്തിനായിട്ട് യഹോവയ്ക്ക് ദഹനയാഗമായി തങ്ങളുടെ വഴിപാടും പാപയാഗവും യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കുകയും ചെയ്തുവല്ലോ. എന്നാൽ അത് ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും അവരുടെ ഇടയിൽ വന്നു പാർക്കുന്ന പരദേശിയോടും ക്ഷമിക്കപ്പെടും. തെറ്റ് സർവ്വജനത്തിനുമുള്ളതായിരുന്നുവല്ലോ. ഒരാൾ അബദ്ധവശാൽ പാപം ചെയ്താൽ അവൻ തനിക്കു വേണ്ടി പാപയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഒരു പെൺ കോലാട്ടിനെ അർപ്പിക്കണം. അബദ്ധവശാൽ പാപം ചെയ്തവന് പാപപരിഹാരം വരുത്തുവാൻ പുരോഹിതൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ പ്രായശ്ചിത്ത കർമ്മം അനുഷ്ഠിക്കണം. എന്നാൽ അതവനോട് ക്ഷമിക്കപ്പെടും. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അബദ്ധവശാൽ പാപം ചെയ്യുന്നവൻ സ്വദേശിയോ വന്നു പാർക്കുന്ന പരദേശിയോ ആയാലും പ്രമാണം ഒന്ന് തന്നെ ആയിരിക്കണം. എന്നാൽ സ്വദേശികളിലോ പരദേശികളിലോ ആരെങ്കിലും കരുതി കൂട്ടിക്കൊണ്ട് ചെയ്താൽ അവൻ യഹോവയെ ദുഷിക്കുന്നു. അവനെ അവൻ്റെ ജനത്തിൽ നിന്ന് ഛേദിച്ചു കളയണം. അവൻ യഹോവയുടെ വചനം ധിക്കരിച്ചു, അവൻ്റെ കൽപ്പന ലംഘിച്ചു. അവനെ നിർമൂലമാക്കി കളയണം. അവൻ്റെ അകൃത്യം അവൻ്റെ മേൽ ഇരിക്കും. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലിരിക്കുമ്പോൾ ശബ്ബത്ത് നാളിൽ ഒരുത്തൻ വിറക് പെറുക്കുന്നത് കണ്ടു. അവൻ വിറക് പെറുക്കുന്നത് കണ്ടവർ അവനെ മോശയുടെയും അഹ്രോൻ്റെയും സർവ്വസഭയുടെയും അടുക്കൽ കൊണ്ടുവന്നു. അവനോട് ചെയ്യേണ്ടത് ഇന്നതെന്ന് വിധിച്ചിട്ടില്ലായക കൊണ്ട് അവർ അവനെ തടവിൽ വെച്ചു. പിന്നെ യഹോവ മോശയോട്, ആ മനുഷ്യൻ മരണശിക്ഷ അനുഭവിക്കണം. സർവ്വസഭയും പാളയത്തിന് പുറത്തു വെച്ച് അവനെ കല്ലെറിയണം എന്ന് കൽപ്പിച്ചു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ തന്നെ സർവ്വസഭയും അവനെ പാളയത്തിന് പുറത്തു കൊണ്ടുപോയി കല്ലെറിഞ്ഞു കൊന്നു. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതെന്തെന്നാൽ, അവർ തലമുറ തലമുറയായി വസ്ത്രത്തിൻ്റെ കോൺതലയ്ക്ക് പൊടിപ്പ് ഉണ്ടാക്കുകയും കോൺതലയ്ക്കലെ പൊടിപ്പിൽ നീലച്ചരട് കെട്ടുകയും വേണം. നിങ്ങൾ യഹോവയുടെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിക്കേണ്ടതിനും നിങ്ങളുടെ സ്വന്തം ഹൃദയത്തിനും സ്വന്തം കണ്ണിനും തോന്നിയ വണ്ണം പരസംഗമായി നടക്കാതിരിക്കേണ്ടതിനും ആ പൊടിപ്പ് ജ്ഞാപകം ആയിരിക്കണം. നിങ്ങൾ എൻ്റെ സകല കൽപ്പനകളും ഓർത്ത് അനുസരിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കേണ്ടതിന് തന്നെ. നിങ്ങളുടെ ദൈവമായിരിക്കേണ്ടതിന് നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ തന്നെ. അധ്യായം 16. എന്നാൽ ലേവിയുടെ മകനായ കെഹാത്തിൻ്റെ മകനായ ഇസ്ഹാരിൻ്റെ മകൻ കോരഹ്, രൂബേൻ ഗോത്രത്തിൽ എലിയാബിൻ്റെ പുത്രന്മാരായ ദാഥാൻ, അബീറാം, പേലത്തിൻ്റെ മകനായ ഓൻ എന്നിവർ ഇസ്രായേൽ മക്കളിൽ സഭാപ്രധാനികളും സംഘ സദസ്യന്മാരും പ്രമാണികളുമായ 250 പുരുഷന്മാരെ കൂട്ടി മോശയോട് മത്സരിച്ചു. അവൻ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി അവരോട്, മതി മതി, സഭ ഒട്ടൊഴിയാതെ എല്ലാവരും വിശുദ്ധരാകുന്നു. യഹോവ അവരുടെ മധ്യേ ഉണ്ട്. പിന്നെ നിങ്ങൾ യഹോവയുടെ സഭയ്ക്ക് മീതെ നിങ്ങളെ തന്നെ ഉയർത്തുന്നത് എന്ത് എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മോശ കവിണ്ണു വീണു. അവൻ കോരഹിനോടും അവൻ്റെ എല്ലാ കൂട്ടരോടും പറഞ്ഞത്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവർ ആരെന്നും തന്നോടടുപ്പാൻ തക്കവണ്ണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുക്കുന്നവനെ തന്നോട് അടുക്കുമാറാക്കും. കോരഹും അവൻ്റെ എല്ലാ കൂട്ടവുമായുള്ളവരെ, നിങ്ങൾ ഇത് ചെയ്യുവിൻ. ധൂപകലശമെടുത്ത് നാളെ യഹോവയുടെ സന്നിധിയിൽ അതിൽ തീയിട്ട് ധൂപവർഗം ഇടുവിൻ. യഹോവ തിരഞ്ഞെടുക്കുന്നവൻ തന്നെ വിശുദ്ധൻ. ലേവി പുത്രന്മാരെ, മതി മതി. പിന്നെ മോശ കോരഹിനോട് പറഞ്ഞത്, ലേവി പുത്രന്മാരെ കേൾപ്പിൻ. യഹോവയുടെ തിരുനിവാസത്തിലെ വേല ചെയ്യുവാനും സഭയുടെ ശുശ്രൂഷയ്ക്കായി അവരുടെ മുമ്പാകെ നിൽപ്പാനും ഇസ്രായേലിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ അടുക്കൽ വരുത്തേണ്ടതിന് ഇസ്രായേൽ സഭയിൽ നിന്ന് നിങ്ങളെ വേർതിരിച്ചത് നിങ്ങൾക്ക് പോരായോ?
അവൻ പിന്നെയും ലേവി പുത്രന്മാരായ നിന്റെ സകല സഹോദരന്മാരെയും തന്നോട് അടുക്കുമാറാക്കിയല്ലോ. നിങ്ങൾ പൗരോഹിത്യം കൂടെ കാക്ഷിക്കുന്നുവോ? ഇത് ഹേതുവായിട്ട് നീയും നിന്റെ കൂട്ടക്കാർ ഒക്കെയും യഹോവയ്ക്ക് വിരോധമായി കൂട്ടം കൂടിയിരിക്കുന്നു. നിങ്ങൾ അഹരോന്റെ നേരെ പിറുപിറുപ്പാൻ തക്കവണ്ണം അവൻ എന്തുമാത്രമുള്ളൂ. പിന്നെ മോശ എലിയാബിൻ്റെ പുത്രന്മാരായ ദാഥാനെയും അബീരാമിനെയും വിളിപ്പാൻ ആളയച്ചു. അതിന് അവർ, ഞങ്ങൾ വരികയില്ല. മരുഭൂമിയിൽ ഞങ്ങളെ കൊല്ലുവാൻ നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നത് പോരാഞ്ഞിട്ട് നിന്നെ തന്നെ ഞങ്ങൾക്ക് അധിപതിയും ആക്കുന്നുവോ? അത്രയുമല്ല, നീ ഞങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുവരികയോ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും അവകാശമായി തരികയോ ചെയ്തിട്ടില്ല. നീ ഇവരുടെ കണ്ണ് ചുഴന്നു കളയുമോ? ഞങ്ങൾ വരികയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മോശ ഏറ്റവും കോപിച്ചു. അവൻ യഹോവയോട്, അവരുടെ വഴിപാട് കടാക്ഷിക്കരുതേ. ഞാൻ അവരുടെ പക്കൽ നിന്ന് ഒരു കഴുതയെപ്പോലും വാങ്ങിയിട്ടില്ല. അവരിൽ ഒരുത്തനോടും ഒരു ദോഷം ചെയ്തിട്ടുമില്ല എന്ന് പറഞ്ഞു. മോശ കോരഹിനോട്, നീയും നിന്റെ എല്ലാ കൂട്ടവും നാളെ യഹോവയുടെ സന്നിധിയിൽ വരേണം. നീയും അവരും അഹ്രോനും കൂടെ തന്നെ. നിങ്ങൾ ഓരോരുത്തൻ താന്താൻ്റെ ധൂപകലശമെടുത്ത് അവയിൽ ധൂപവർഗമിട്ട് ഓരോരുത്തൻ ഓരോ ധൂപകലശമായി 250 കലശവും യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവരുവിൻ. നീയും അഹരോനും കൂടെ താന്താൻ്റെ ധൂപകലശവുമായി വരേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോരുത്തൻ താന്താൻ്റെ ധൂപകലശമെടുത്ത് തീയിട്ട് അതിൽ ധൂപവർഗവും ഇട്ട് മോശയും അഹരോനുമായി സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ നിന്നു. കോരഹ് അവർക്ക് വിരോധമായി സർവ്വസഭയെയും സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൂട്ടിവരുത്തി. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹരോനോടും, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോൾ അവർ കവിണ്ണു വീണു. സകലജനത്തിൻ്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമേ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിക്കൊള്ളുവിൻ എന്ന് സഭയോട് പറക എന്ന് കൽപ്പിച്ചു. മോശ എഴുന്നേറ്റ് ദാഥാൻ്റെയും അബീരാമിൻ്റെയും അടുക്കൽ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരും അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ടമനുഷ്യരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തൊടരുത് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീറാം എന്നവരുടെ വാസസ്ഥലത്തിൻ്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിൽക്കൽ നിന്നു. അപ്പോൾ മോശ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായു പിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോട് പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചു എന്ന് നിങ്ങളറിയും. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഭൂമി വായ് തുറന്നു അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹിനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. അവരുടെ ചുറ്റുമിരുന്ന ഇസ്രായേല്യരൊക്കെയും അവരുടെ നിലവിളി കേട്ടു. ഭൂമി നമ്മെയും വിഴുങ്ങിക്കളയരുതേ എന്ന് പറഞ്ഞ് ഓടിപ്പോയി. അപ്പോൾ യഹോവയിങ്കൽ നിന്ന് തീ പുറപ്പെട്ടു, ധൂപം കാട്ടിയ 250 പേരെയും ദഹിപ്പിച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, പുരോഹിതനായ അഹരോന്റെ മകൻ എലയാസാരിനോട് അവൻ എരുതിയുടെ ഇടയിൽ നിന്ന് ധൂപകലശങ്ങൾ എടുപ്പാൻ പറക. അവ വിശുദ്ധമാകുന്നു, തീ അങ്ങോട്ട് തട്ടിക്കളയുകയും ചെയ്യുക.
പാപം ചെയ്ത് തങ്ങൾക്ക് ജീവനാശം വരുത്തിയ ഇവരുടെ ധൂപകലശങ്ങൾ യാഗപീഠം പൊതിവാൻ അടിച്ച് തകിടാക്കണം. അത് യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നതിനാൽ വിശുദ്ധമാകുന്നു. ഇസ്രായേൽ മക്കൾക്ക് അത് ഒരു അടയാളമായിരിക്കട്ടെ. വെന്തുപോയവർ ധൂപം കാട്ടിയ താമ്ര കലശങ്ങൾ പുരോഹിതനായ എലയാസാർ എടുത്തു. അഹരോന്റെ സന്തതിയിൽ അല്ലാത്ത യാതൊരു അന്യനും യഹോവയുടെ സന്നിധിയിൽ ധൂപം കാണിപ്പാൻ അടുക്കുകയും കോരഹിനെയും അവൻ്റെ കൂട്ടുകാരെയും പോലെ ആകുകയും ചെയ്യാതിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾക്ക് ജ്ഞാപകമായി അവയെ യാഗപീഠം പൊതിവാൻ തകിടായി അടുപ്പിച്ചു, യഹോവ മോശെ മുഖാന്തരം കൽപ്പിച്ചതുപോലെ തന്നെ. പിറ്റേന്നാൾ ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. നിങ്ങൾ യഹോവയുടെ ജനത്തെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞു. ഇങ്ങനെ മോശയ്ക്കും അഹരോനും വിരോധമായി സഭ കൂടിയപ്പോൾ അവർ സമാഗമന കൂടാരത്തിൻ്റെ നേരെ നോക്കി. മേഘം അതിനെ മൂടി യഹോവയുടെ തേജസ്സും പ്രത്യക്ഷമായിരിക്കുന്നത് കണ്ടു. അപ്പോൾ മോശയും അഹരോനും സമാഗമന കൂടാരത്തിൻ്റെ മുമ്പിൽ ചെന്നു. യഹോവ മോശയോട്, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവിൻ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്നരുളി ചെയ്തു. അപ്പോൾ അവർ കവിണ്ണു വീണു. മോശ അഹരോനോട്, നീ ധൂപകലശമെടുത്ത് അതിൽ യാഗപീഠത്തിലെ തീ ഇട്ട് ധൂപവർഗവും ഇട്ട് വേഗത്തിൽ സഭയുടെ മധ്യേ ചെന്ന് അവർക്കു വേണ്ടി പ്രായശ്ചിത്തം കഴിക്ക. യഹോവയുടെ സന്നിധിയിൽ നിന്ന് ക്രോധം പുറപ്പെട്ട് ബാധ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. മോശ കൽപ്പിച്ചതുപോലെ അഹരോൻ കലശമെടുത്ത് സഭയുടെ നടുവിലേക്ക് ഓടി ബാധ ജനത്തിൻ്റെ ഇടയിൽ തുടങ്ങിയിരിക്കുന്നത് കണ്ടു. ധൂപം കാട്ടി ജനത്തിനു വേണ്ടി പ്രായശ്ചിത്തം കഴിച്ചു. മരിച്ചവർക്കും ജീവനുള്ളവർക്കും നടുവിൽ നിന്നപ്പോൾ ബാധ അടങ്ങി. കോരഹിൻ്റെ സംഗതിവശാൽ മരിച്ചവരെ കൂടാതെ ബാധയാൽ മരിച്ചവർ 14,700 പേർ ആയിരുന്നു. പിന്നെ അഹരോൻ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെ അടുക്കൽ മടങ്ങി വന്നു. അങ്ങനെ ബാധ നിന്നുപോയി. അധ്യായം 17. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് സംസാരിച്ച് അവരുടെ പക്കൽ നിന്ന് ഗോത്രം ഗോത്രമായി സകല ഗോത്ര പ്രഭുക്കന്മാരോടും ഓരോ വടി വീതം 12 വടി വാങ്ങി ഓരോരുത്തൻ്റെ വടിമേൽ അവൻ്റെ പേർ എഴുതുക. ലേവിയുടെ വടിമേലോ അഹരോൻ്റെ പേർ എഴുതണം. ഓരോ ഗോത്രത്തലവന് ഓരോ വടി ഉണ്ടായിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുന്ന ഇടമായ സാക്ഷ്യത്തിൻ്റെ മുമ്പാകെ അവയെ വയ്ക്കണം. ഞാൻ തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി തളർക്കും. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ നിങ്ങൾക്ക് വിരോധമായി പിറുപിറുക്കുന്നത് ഞാൻ നിർത്തലാക്കും. മോശ ഇസ്രായേൽ മക്കളോട് സംസാരിക്കുകയും അവരുടെ സകല പ്രഭുക്കന്മാരും ഗോത്രം ഗോത്രമായി ഓരോ പ്രഭു ഓരോ വടി വീതം 12 വടി അവൻ്റെ പക്കൽ കൊടുക്കുകയും ചെയ്തു. വടികളുടെ കൂട്ടത്തിൽ അഹരോൻ്റെ വടിയും ഉണ്ടായിരുന്നു. മോശ വടികളെ സാക്ഷികൂടാരത്തിൽ യഹോവയുടെ സന്നിധിയിൽ വെച്ചു. പിറ്റേന്നാൾ മോശ സാക്ഷികൂടാരത്തിൽ കടന്നപ്പോൾ ലേവി ഗൃഹത്തിനുള്ള അഹരോൻ്റെ വടി തളിർത്തിരിക്കുന്നത് കണ്ടു. അത് തളിർത്തു പൂത്തു ബദാംഫലം കായ്ച്ചിരുന്നു. മോശ വടികളെല്ലാം യഹോവയുടെ സന്നിധിയിൽ നിന്ന് എടുത്തു ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവന്നു. അവർ ഓരോരുത്തൻ താന്താൻ്റെ വടി നോക്കിയെടുത്തു. യഹോവ മോശയോട്, അഹരോൻ്റെ വടി മത്സരികൾക്ക് ഒരു അടയാളമായി സൂക്ഷിക്കേണ്ടതിന് സാക്ഷ്യത്തിൻ്റെ മുമ്പിൽ തിരികെ കൊണ്ടുവരിക. അവർ മരിക്കാതിരിക്കേണ്ടതിന് എനിക്ക് വിരോധമായുള്ള അവരുടെ പിറുപിറുപ്പ് നീ ഇങ്ങനെ നിർത്തലാക്കും എന്ന് കൽപ്പിച്ചു. മോശ അങ്ങനെ തന്നെ ചെയ്തു. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ അവൻ ചെയ്തു. അപ്പോൾ ഇസ്രായേൽ മക്കൾ മോശയോട്, ഇതാ ഞങ്ങൾ ചത്തൊടുങ്ങുന്നു, ഞങ്ങൾ നശിക്കുന്നു, ഞങ്ങൾ എല്ലാവരും നശിക്കുന്നു. യഹോവയുടെ തിരുനിവാസത്തോട് അടുക്കുന്നവനെല്ലാം ചാകുന്നു, ഞങ്ങൾ ഒക്കെയും ചത്തൊടുങ്ങണമോ എന്ന് പറഞ്ഞു. അധ്യായം 18. പിന്നെ യഹോവ അഹരോനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീയും നിന്റെ പുത്രന്മാരും നിന്റെ പിതൃഭവനവും വിശുദ്ധ മന്ദിരം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യം വഹിക്കണം. നീയും നിന്റെ പുത്രന്മാരും നിങ്ങളുടെ പൗരോഹിത്യം സംബന്ധിച്ചുണ്ടാകുന്ന അകൃത്യവും വഹിക്കണം. നിന്റെ പിതൃഗോത്രമായ ലേവി ഗോത്രത്തിലുള്ള നിന്റെ സഹോദരന്മാരെയും നിന്നോട് കൂടെ അടുത്തു വരുമാറാക്കണം. അവർ നിന്നോട് ചേർന്ന് നിനക്ക് ശുശ്രൂഷ ചെയ്യണം. നീയും നിന്റെ പുത്രന്മാരുമോ സാക്ഷികൂടാരത്തിങ്കൽ ശുശ്രൂഷ ചെയ്യണം.
അവർ നിനക്കും കൂടാരത്തിനൊക്കെയും ആവശ്യമുള്ള കാര്യം നോക്കണം. എന്നാൽ അവരും നിങ്ങളും കൂടെ മരിക്കാതിരിക്കേണ്ടതിന് അവർ വിശുദ്ധ മന്ദിരത്തിലെ ഉപകരണങ്ങളോടും യാഗപീഠത്തോടും അടുക്കരുത്. അവർ നിന്നോട് ചേർന്ന് സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള സകല വേലയ്ക്കുമായി കൂടാരത്തിൻ്റെ കാര്യം നോക്കണം. ഒരു അന്യനും നിങ്ങളോട് അടുക്കരുത്. ഇസ്രായേൽ മക്കളുടെ മേൽ ഇനി ക്രോധം വരാതിരിക്കേണ്ടതിന് വിശുദ്ധ മന്ദിരത്തിൻ്റെയും യാഗപീഠത്തിൻ്റെയും കാര്യം നിങ്ങൾ നോക്കണം. ലേവ്യരായ നിങ്ങളുടെ സഹോദരന്മാരെയോ ഞാൻ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്നു. യഹോവയ്ക്ക് ദാനമായിരിക്കുന്ന അവരെ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ നീയും നിന്റെ പുത്രന്മാരും യാഗപീഠത്തിങ്കലും തിരശ്ശീലയ്ക്കകത്തും ഉള്ള സകല കാര്യത്തിലും നിങ്ങളുടെ പൗരോഹിത്യം അനുഷ്ഠിച്ച് ശുശ്രൂഷ ചെയ്യണം. പൗരോഹിത്യം ഞാൻ നിങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നു. അന്യൻ അടുത്തു വന്നാൽ മരണശിക്ഷ അനുഭവിക്കണം. യഹോവ പിന്നെയും അഹരോനോട് അരുളി ചെയ്തത്, ഇതാ എൻ്റെ ഉദർച്ചാർപ്പണങ്ങളുടെ കാര്യം ഞാൻ നിന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ സകല വസ്തുക്കളിലും അവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും ഓഹരിയായും ശാശ്വതാവകാശമായും തന്നിരിക്കുന്നു. തീയിൽ ദഹിപ്പിക്കാത്തതായി അതിവിശുദ്ധ വസ്തുക്കളിൽ വെച്ച് ഇത് നിനക്കുള്ളതായിരിക്കണം. അവർ എനിക്കർപ്പിക്കുന്ന അവരുടെ എല്ലാ വഴിപാടും സകല ഭോജനയാഗവും സകല പാപയാഗവും സകല അകൃത്യയാഗവും അതിവിശുദ്ധമായി നിനക്കും നിന്റെ പുത്രന്മാർക്കും ഇരിക്കണം. അതിവിശുദ്ധ വസ്തുവായിട്ട് അത് ഭക്ഷിക്കണം. ആണുങ്ങളെല്ലാം അത് ഭക്ഷിക്കണം. അത് നിനക്കു വേണ്ടി വിശുദ്ധമായിരിക്കണം. ഇസ്രായേൽ മക്കളുടെ ദാനമായുള്ള ഉദർച്ചാർപ്പണമായ ഇത് അവരുടെ സകല നീരാജനയാഗങ്ങളോടും കൂടെ നിനക്കുള്ളതാകുന്നു. ഇവയെ ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. എണ്ണയിൽ വിശേഷമായതൊക്കെയും പുതുവീഞ്ഞിലും ധാന്യത്തിലും വിശേഷമായതൊക്കെയും ഇങ്ങനെ അവർ യഹോവയ്ക്ക് അർപ്പിക്കുന്ന ആദ്യഫലമൊക്കെയും ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അവർ തങ്ങളുടെ ദേശത്തുള്ള എല്ലാറ്റിലും യഹോവയ്ക്ക് കൊണ്ടുവരുന്ന ആദ്യഫലങ്ങൾ നിനക്കായിരിക്കണം. നിന്റെ വീട്ടിൽ ശുദ്ധിയുള്ളവനെല്ലാം അത് ഭക്ഷിക്കാം. ഇസ്രായേലിൽ ശപഥാർപ്പിതമായത് ഒക്കെയും നിനക്കിരിക്കണം. മനുഷ്യരിലാകട്ടെ മൃഗങ്ങളിൽ ആകട്ടെ സകല ജഡത്തിലും അവർ യഹോവയ്ക്ക് കൊണ്ടുവരുന്ന കടിഞ്ഞൂൽ ഒക്കെയും നിനക്കിരിക്കണം. മനുഷ്യൻ്റെ കടിഞ്ഞൂലിനെയോ വീണ്ടെടുക്കണം. അശുദ്ധ മൃഗങ്ങളുടെ കടിഞ്ഞൂലിനെയും വീണ്ടെടുക്കണം. വീണ്ടെടുപ്പ് വിലയോ 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ളതിനെ നിന്റെ മതിപ്പ് പ്രകാരം 5 ഷെക്കൽ ദ്രവ്യം കൊടുത്ത് വീണ്ടെടുക്കണം. ഷെക്കൽ ഒന്നിന് 20 ഗേരപ്രകാരം വിശുദ്ധ മന്ദിരത്തിലെ തൂക്കം തന്നെ. എന്നാൽ പശു, ആട്, കോലാട് എന്നിവയുടെ കടിഞ്ഞൂലിനെ വീണ്ടെടുക്കരുത്. അവ വിശുദ്ധമാകുന്നു. അവയുടെ രക്തം യാഗപീഠത്തിന്മേൽ തളിച്ച് മേധസ് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി ദഹിപ്പിക്കണം. നീരാജനം ചെയ്ത നെഞ്ചും വലത്തെ കൈക്കുറകും നിനക്കുള്ളതായിരിക്കുന്നത് പോലെ തന്നെ അവയുടെ മാംസവും നിനക്കിരിക്കണം. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അർപ്പിക്കുന്ന വിശുദ്ധ വസ്തുക്കളിൽ ഉദർച്ചാർപ്പണങ്ങളെല്ലാം ഞാൻ നിനക്കും നിന്റെ പുത്രന്മാർക്കും പുത്രിമാർക്കും ശാശ്വതാവകാശമായി തന്നിരിക്കുന്നു. യഹോവയുടെ സന്നിധിയിൽ നിനക്കും നിന്റെ സന്തതിക്കും ഇത് എന്നേക്കും ഒരു ലവണ നിയമം ആകുന്നു. യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശവും ഉണ്ടാകരുത്. അവരുടെ ഇടയിൽ നിനക്കൊരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശവും ആകുന്നു എന്ന് അരുളി ചെയ്തു. ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിൽ ഉള്ള ദശാംശം എല്ലാം അവകാശമായി കൊടുത്തിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ പാപം വഹിച്ച് മരിക്കാതിരിക്കേണ്ടതിന് മേലാൽ സമാഗമന കൂടാരത്തോട് അടുക്കരുത്. ലേവ്യർ സമാഗമന കൂടാരം സംബന്ധിച്ചുള്ള വേല ചെയ്യുകയും അവരുടെ അകൃത്യം വഹിക്കുകയും വേണം. അത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം ഉണ്ടാകരുത്. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കുന്ന ദശാംശം ഞാൻ ലേവ്യർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവകാശം അരുത് എന്ന് ഞാൻ അവരോട് കൽപ്പിച്ചിരിക്കുന്നു.
യഹോവ പിന്നെയും മോശയോട് അരുളിച്ചെയ്തത്, നീ ലേവ്യരോട് പറയേണ്ടത് എന്തെന്നാൽ, ഇസ്രായേൽ മക്കളുടെ പക്കൽ നിന്ന് ഞാൻ നിങ്ങളുടെ അവകാശമായി നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദശാംശം അവരോട് വാങ്ങുമ്പോൾ ദശാംശത്തിൻ്റെ 10 നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. നിങ്ങളുടെ ഈ ഉദർച്ചാർപ്പണം കളത്തിലെ ധാന്യം പോലെയും മുന്തിരിച്ചക്കിലെ നിറവ് പോലെയും നിങ്ങളുടെ പേർക്ക് എണ്ണും. ഇങ്ങനെ ഇസ്രായേൽ മക്കളോട് നിങ്ങൾ വാങ്ങുന്ന സകല ദശാംശത്തിൽ നിന്നും യഹോവയ്ക്ക് ഒരു ഉദർച്ചാർപ്പണം അർപ്പിക്കണം. യഹോവയ്ക്കുള്ള ആ ഉദർച്ചാർപ്പണം നിങ്ങൾ പുരോഹിതനായ അഹരോന് കൊടുക്കണം. നിങ്ങൾക്കുള്ള സകല ദാനങ്ങളിലും ഉത്തമമായ എല്ലാറ്റിൻ്റെയും വിശുദ്ധ ഭാഗം നിങ്ങൾ യഹോവയ്ക്ക് ഉദർച്ചാർപ്പണമായി അർപ്പിക്കണം. ആകയാൽ നീ അവരോട് പറയേണ്ടതെന്തെന്നാൽ, നിങ്ങൾ അതിൻ്റെ ഉത്തമ ഭാഗം ഉദർച്ചാർപ്പണമായി അർപ്പിക്കുമ്പോൾ അത് കളത്തിലെ അനുഭവം പോലെയും മുന്തിരിച്ചക്കിലെ അനുഭവം പോലെയും ലേവ്യർക്കെണ്ണും. അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലായിടത്തും വെച്ചും ഭക്ഷിക്കാം. അത് സമാഗമന കൂടാരത്തിങ്കൽ നിങ്ങൾ ചെയ്യുന്ന വേലയ്ക്കുള്ള ശമ്പളമാകുന്നു. അതിൻ്റെ ഉത്തമ ഭാഗം ഉദർച്ച ചെയ്താൽ പിന്നെ നിങ്ങൾ അതു നിമിത്തം പാപം വഹിക്കുകയില്ല. നിങ്ങൾ ഇസ്രായേൽ മക്കളുടെ വിശുദ്ധ വസ്തുക്കൾ അശുദ്ധമാക്കുകയും അതിനാൽ മരിച്ചു പോവാൻ ഇടവരികയുമില്ല.